സുപ്രഭാതം. ഇന്ന് ഞാനിവിടെ പാടുന്നത് എന്റെ ഗുരു ചേർത്തല ഗോപാലൻ നായർ സാറിന്റെ കമ്പോസിഷനിലൊരു പാട്ടാണ്. ഒരു ഫേമസ് ലളിതഗാനമാണ്. ഇതിന്റെ രചന ശ്രീ ONV കുറുപ്പാണ്. അതുപോലെ തന്നെ ഇത് പാടിയിരിക്കുന്നത് എന്റെ ചേട്ടൻ MG രാധാകൃഷ്ണനാണ്. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ലളിതഗാനമാണ്. ഒരുപാട് കോമ്പറ്റീഷനിൽ ഒരുപാട് കുട്ടികൾ പാടി ഫസ്റ്റ് നേടിയിട്ടുള്ള ഒരു ഗാനമാണ്. രോഹിണി നക്ഷത്രമേ, നീ ആ കഥകൾ കേട്ട് രോമാഞ്ചം കൊള്ളുകയോ, ഇന്നും രോമാഞ്ചം കൊള്ളുകയോ. ഈ ഗാനം ഇന്ന് എന്റെ ഗുരുവായ ചേർത്തല ഗോപാലൻ നായർ സാറിന്റെ പാദത്തിൽ ഞാൻ അർപ്പിക്കുകയാണ് ഓർമ്മകളിലൂടെ. രോഹിണി നക്ഷത്രമേ, നീ ആ കഥകളോർത്തു രോമാഞ്ചം കൊള്ളുകയോ, ഇന്നും രോമാഞ്ചം കൊള്ളുകയോ. രോഹിണി നക്ഷത്രമേ, നീ ആ കഥകളോർത്തു രോമാഞ്ചം കൊള്ളുകയോ, ഇന്നും രോമാഞ്ചം കൊള്ളുകയോ. ശ്രീ KP ഉദയഭാനു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലളിതഗാനം രാഘവൻ മാസ്റ്റർക്ക് വേണ്ടിയാണ് പാടുന്നത്. രാഘവൻ മാസ്റ്റർ തന്നെയാണ് അദ്ദേഹത്തെ ഫിലിമിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗായകനായി നിരവധി ഗാനങ്ങൾ ആലപിച്ച ശേഷം അദ്ദേഹം കുറച്ച് ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനവും നൽകിയിട്ടുണ്ട്. അതിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട ഫിലിമായിരുന്നു സമസ്യ എന്ന ചിത്രത്തിലെ കിളി ചിലച്ചു എന്ന ഗാനം. ഉദയഭാനു അങ്കിളുടെ വൈഫ് വിജയലക്ഷ്മി, അവരും നല്ലൊരു ഗായിക തന്നെയായിരുന്നു. എനിക്ക് ഉദയഭാനു അങ്കിളുടെ മ്യൂസിക്കിൽ പാടാൻ അവസരം ലഭിച്ച ഒരു ഗാനമാണ് ഞാൻ ഇന്നിവിടെ പാടുന്നത്. ശ്രീ കോന്നിയൂർ രാധാകൃഷ്ണന്റെ രചനയ്ക്ക് ഉദയഭാനു അങ്കിള് സംഗീതം നൽകി ഞാൻ പാടിയൊരു പാട്ടാണ്. മലയാള കവിതേ മധുരോദാരമാം മലയാള കവിതേ, മണിച്ചിലമ്പൊലി തൂകി നീന്റെ മനസ്സിൽ മാദക നൃത്തമാടൂ. മലയാള കവിതേ മധുരോദാരമാം മലയാള കവിതേ, മണിച്ചിലമ്പൊലി തൂകി നീന്റെ മനസ്സിൽ മാദക നൃത്തമാടൂ. മലയാള കവിതേ. ശ്രീ CK ചീക്കിലോട് രചിച്ച് ശ്രീ VS രാജൻലാൽ സംഗീത സംവിധാനം ചെയ്ത ഒരു ലളിതഗാനമാണ് ഞാനിവിടെ പാടാൻ പോകുന്നത്. രാജൻലാൽ എന്ന് പറയുമ്പോൾ ഞാനിവിടെ എപ്പോഴും പറയാറുള്ള എൻ്റെ അമ്മാവന്മാരിൽ ഒരാളാണ്. ഇപ്പൊ രാജമാമൻ അസാധ്യമായിട്ട് പാടും. എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ മാമന്റെ കച്ചേരി കേട്ടും ഒക്കെയാണ് വളർന്നിട്ടുള്ളത്. എൻ്റെ രണ്ടാമത്തെ ഗുരു ആദ്യം അമ്മയുടെ അടുത്ത് നിന്ന് പിന്നെ മാമന്റെ അടുത്ത് നിന്നാണ് പഠിച്ചിട്ടുള്ളത്. അസാധ്യമായിട്ട് കമ്പോസ് ചെയ്യുകയും പാടുകയും ചെയ്യുന്ന ഒരാൾ എൻ്റെ മാമനായതുകൊണ്ട് പറയല്ല. ഉഗ്രം ഒരു സിംഗറാണ്. ഇപ്പോഴും അതുപോലാണ്. പിന്നെ മാമനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ട് ഒന്ന് പാടാം. കാര്യം ഞാനിത് ആദ്യമായിട്ട് പഠിച്ച ലളിതഗാനവും കൂടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ട് എനിക്കിപ്പോൾ പാടാൻ പോകുമ്പോൾ. അപ്പോൾ മാമനിത് കേട്ട് ഇനി എന്തെങ്കിലും തെറ്റ് ഞാൻ പാടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനിപ്പോ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ പാടുന്നത്. അപ്പോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം. സ്വാതി തിരുനാളിൻ സന്നിധിയിൽ ഒരു സോപാനഗീതം പാടട്ടെ ഞാൻ. ഇതളിട്ടുണരും രാഗപുഷ്പങ്ങളിൽ ഒരു ചെറുവണ്ടായി മൂളട്ടെ ഞാൻ. ഒരു ചെറു
സോപാനഗീതം പാടട്ടെ ഞാൻ ഇതളിട്ടുണരും രാഗപുഷ്പങ്ങളിൽ ഒരു ചെറുവണ്ടായി മൂളട്ടെ ഞാൻ ഒരു ചെറുവണ്ടായി മൂളട്ടെ ഞാൻ. വിത്ത് ദാറ്റ് ഞങ്ങളുടെ മറ്റൊരു കളർഫുൾ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സോങ് ബൈ ആ കണ്ടസ്റ്റൻസ്. മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം കൈതപ്പൂവിൻ കന്നിക്കൂമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തിരിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല മുള്ളാതെ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം